ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോണത് എങ്ങനെ ത്രെഡ് ചെയ്യാം എന്നാണ് കേട്ടോ. എങ്ങനെ നമ്മൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ത്രെഡ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോണത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ത്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ. ഞാൻ മുമ്പ് ത്രെഡ് ചെയ്തുകൊണ്ടുണ്ടായത് ബ്ലേഡ് കൊണ്ടാണ് കേട്ടോ. ആദ്യം ബ്ലേഡ് കൊണ്ട് ചെയ്യും, മെല്ലെ മെല്ലെ ഇങ്ങനെ ഷേപ്പാക്കി യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ചെയ്യലുണ്ടായത്. പിന്നെ അത് കുറേ കാലം അങ്ങനെ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ ജസ്റ്റ് ഇങ്ങനെ അത് നല്ല ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ പഠിച്ചിട്ടുണ്ടായിന് ത്രെഡ് കൊണ്ട് തന്നെ. പിന്നെ സ്വയം ഇങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മറ്റേ നമ്മളെ ഫേഷ്യൽ ഇറേസറില്ലേ, അതിനെ കൊണ്ട് ചെയ്യലുണ്ട്. ഇപ്പം പിന്നെ വീണ്ടും ത്രെഡിലേക്ക് തന്നെ മാറി. എന്നുവെച്ചാൽ നമ്മളിപ്പം ഇതിനെ കൊണ്ട് ഫേഷ്യൽ റൈസർ കൊണ്ട് ചെയ്യുമ്പം അത്ര നീറ്റ് വെച്ചാൽ ഒരു കാണാൻ എടുത്ത പോലെ ഉണ്ട്, പക്ഷെ ഒരു ഫിനിഷിങ് കിട്ടൂല. അതിപ്പോൾ നമ്മൾ ത്രെഡ് കൊണ്ട് തന്നെ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ കടിച്ചു പിടിച്ചിട്ടൊന്നും ചെയ്യാനാവൂലേ. അപ്പം അപ്പോൾ ഒരാൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ അതിലൊക്കെ കടിച്ചു പിടിച്ച് ചെയ്യാനാവില്ല. ഞാനിപ്പോൾ നൂലെടുത്തിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു നൂലെടുക്കുക. ത്രെഡിങ് നൂല് തന്നെ ആകുമ്പോൾ വേഗം പൊട്ടൂല. ഇങ്ങനത്തെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന നൂലാണ്. അമ്മേരുണ്ടായപ്പോൾ ഞാനത് എടുത്ത് ഇതിങ്ങനെ ഏകദേശം എത്ര വേണ്ടി വരും എന്ന് വെച്ചാൽ അങ്ങനെ കണക്കാക്കിയിട്ട് ഒരു എത്ര കഷ്ണം എടുക്കുക. ഇതിനിങ്ങനെ കെട്ടുക. അതായത് ഇപ്പോൾ നേരത്തെ കെട്ടി വെച്ചതാണ്, നേരത്തെ എടുക്കുന്നുണ്ടായതുകൊണ്ട് ഇതാ കെട്ടിയിട്ട് ഇപ്പം ഇങ്ങനെ ഒരറ്റം ഇങ്ങനെ രണ്ട് അറ്റവും കൂട്ടി കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുക്കലെങ്ങനെ വെച്ചാൽ ഇനിങ്ങനെ പിടിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യുക. 2 3 മൂന്നല്ല, കുറേ പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് കുറച്ച് കാണുന്നുണ്ടോ, അതാ ഇത്ര പേരെ ആക്കുക. എന്നിട്ട് നമ്മളിപ്പം നമ്മളുടെ പുരികത്തിൻ്റെ വളർച്ച ഏത് ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് ശരിക്കും ത്രെഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പുരികത്തിൻ്റെ ഷേപ്പ് ഈ പുരികാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ വലത്തെ പുരികാന്നേ, ഇതിപ്പോൾ ഇങ്ങോട്ടല്ലേ. അപ്പോൾ എന്താക്കുക, ഈ കള്ളി വെക്കുക, ഈ കള്ളി ഇങ്ങനെ വെക്കുക. ഏതാ ഇപ്പോൾ നമ്മൾ പിന്നെ ഞാൻ സ്റ്റിക്ക് എടുത്തിട്ടാ. അപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് നാളെ വാവല്ലേ, അപ്പോൾ വന്നതാണ്. അപ്പോൾ സ്റ്റിക്ക് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ ക്യാമറയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചത്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഇതിപ്പം രോമ വളർച്ചയെങ്കിൽ ഇവിടെ വെക്കുക, ഈ ഭാഗത്ത് ഈ കള്ളി വെക്കുക. ഇപ്പോഴാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ കള്ളി വെക്കുക, മനസ്സിലായോ? ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഈ കൈ ഒന്ന് ഇങ്ങനെ 2 കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ നമ്മൾ ഈ സാധനം ഇങ്ങനെ നീങ്ങും. അപ്പോഴാണ് നമ്മളെ രോമം ഈ പൊരിഞ്ഞ് വരുന്നത്, മനസ്സിലായോ? ജസ്റ്റ് ഇങ്ങനെ കാണിച്ചരുതാ, ഇങ്ങനെ വെക്കുക. എൻ്റെ മല്ലിങ്ങനെ ആക്കുമ്പോൾ ആ രോമം അവിടുന്ന് പൊരിയും. അപ്പം അങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ എടുത്തിട്ട് ബാക്കി കാണിച്ചതേ. ഇപ്പോൾ നടുക്കങ്ങനെ എടുക്കുക. അപ്പോൾ ഈ 2 സൈഡും കെണിയൂലെന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ അതിന് പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ എടുക്കേണ്ട വെച്ചാൽ ഇങ്ങനെ വെക്കുക, ക്രോസിൽ വെക്കുക. എന്നിട്ട് ഏടെയാണോ നമ്മളെ രോമം ഉള്ളത് ആടത്തേക്ക് നല്ലതാക്കുക. എന്നിട്ട് കറക്റ്റ് കണിക്കുക. എന്നിട്ട് അതേപോലെ തന്നെ വലിക്കുക. അപ്പോൾ അത് താനേ പോയി കിട്ടും. ബാക്കി ഒരു സൈഡ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു സൈഡ് എടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇതെല്ലാം എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ ഇതൊന്ന് അടിയത്തെല്ലാം ഇങ്ങനെ കറക്റ്റ് ക്ലിയർ ആയിട്ട് പോവോ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ, പക്ഷെ പോവും കേട്ടോ. ഇത് ഈ നടുക്കത്തെ സാധനത്തിനെ കൊണ്ട് അടിയത്തെല്ലാം വലിക്കുക. ഇങ്ങനെ മെല്ലെ വലിക്കുക. ഇതാ ഒരു ചെറിയ രോമങ്ങളല്ലേ, ഇതിപ്പോൾ എടുക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ഈ ഭാഗം മെല്ലെ അടിയത്തെല്ലാം വലിക്കുക. എന്നിട്ട് എങ്ങോട്ടാണോ നോക്കിയിട്ട് ഇങ്ങോട്ടാണെങ്കിൽ ഇതിലേക്ക് കാണിച്ചിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ അത് പൊരിയും. ഓക്കെ, അപ്പോൾ ഫുള്ള് എടുത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ചെയ്തു. ഇനിയിപ്പം പിന്നെ ഇതൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് മേലോട്ടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു നല്ല പെർഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ ഷേപ്പ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ മേലോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് കത്തേക കൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കുക.
പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.